വർക്കല ജനാർദ്ദന സ്വാമി ടെമ്പിളിൽ നിന്ന് പാപനാശം ബീച്ചിലോട്ട് പോണ വഴിയാണ്. പാപനാശം ബീച്ച് താഴോട്ട് പോകണം. പണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് വന്ന് കയറാം. ഇപ്പം ഇതൊക്കെ പ്രോപ്പർട്ടികളൊക്കെ ആൾക്കാർ പിടിച്ചു തുടങ്ങി. മറ്റേത് വെറുതെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു. ഇത് താഴോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഇതെല്ലാം പുതിയ പുതിയ ഹോം സ്റ്റേസ് റിസോർട്ട്സും പണ്ടൊന്നും ഇല്ലായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അത് അവൻ്റെതാണോ അതോ ലീസിന് കൊടുത്തോ എന്നൊന്നും അറിയാൻ വയ്യ. ഈ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം വർക്കല ഇത് അണ്ട് ഇവിടെയും പാർക്കിംഗ് ആയിരുന്നു. ആ പാർക്കിംഗ് ഇപ്പം ഇപ്പുറത്തോട്ട് മാറ്റി. പിന്നെ ബലി ഇടാനായിട്ട് ആൾക്കാർ ഇവിടെയാണ് കൂടുതലും വരുന്നത്. ഈ വർക്കല ബീച്ചിൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു മറ്റേ ദേവസ്വത്തിൻ്റെ ബലിയിടുന്ന മണ്ഡലം. അവിടെ ഇടുന്നതായിരിക്കും ഉത്തമം. ഇവിടെ കുറേ ആൾക്കാർ അല്ലാതെ മണലിൽ ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ ഒരു സജഷൻ മറ്റേ ദേവസ്വത്തിൻ്റെ അതിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതാണ് വർക്കല ബീച്ച്. വർക്കല ബീച്ച് ഇവിടെ ഫുള്ള് ബലിയിടുന്ന സ്ഥലമാണ്. ഇപ്പം ഒരുപാട് തിരക്കായിപ്പോയി. ആൾക്കാർ ടൂറിസ്റ്റുകളും എല്ലാമായിട്ട് ഒരുപാടങ്ങ് തിരക്കായിപ്പോയി. പണ്ടത്തെ തിരക്കൊന്നും അല്ല. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യമാണ് ഈ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട ഹിന്ദുസ്ഥാൻ ബീച്ച് റിസോർട്ട്. ആക്ച്വലി നമ്മളൊരു മാമൻ്റെ സ്ഥലമായിരുന്നു. പുള്ളി പണ്ട് കുറഞ്ഞ ഒരു വിലയ്ക്ക് കൊടുത്തതാണ്. ഇതിപ്പോൾ ആ പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വില കിട്ടിയത് ഇപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ. അന്ന് ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെയൊന്നും നമുക്ക് വണ്ടിയൊന്നും കൊണ്ട് ഇടാൻ പറ്റത്തില്ല. ഈ നോ പാർക്കിംഗ് എന്ന് എഴുതിയേക്കുന്നില്ലേ. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് പോലീസൊന്നും അല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്ത് പോലീസിന് കൊടുത്തതാണോ എന്തോ. ഒരു 500 രൂപ പെറ്റി കിട്ടി. കാര്യം അന്ന് രാവിലെ ആയിരുന്നു. ഇത് എനിക്ക് കടയൊന്നും തുറന്നില്ല. ബട്ട് സ്റ്റിൽ അതിനുശേഷം ഞാൻ പിന്നെ റിസ്ക് എടുക്കാറില്ല. ഈ പാർക്കിംഗ് സ്പേസ് തന്നെ പോകും. മേ ബി അവരായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ പോകും, അവിടെ ഇടും പാർക്കിംഗ്. ഇല്ലെങ്കിൽ അങ്ങ് കുളത്തിൻ്റെ അടുത്തിടും. ഫുള്ളങ്ങ് മാറിപ്പോയി. ഫുള്ള് കടകളും ഇത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള റോഡാണ്. കുളത്തിൻ്റെ അതിലെയുള്ള വഴി. ഇവിടെയാണ് കുളം, വർക്കലക്കുളം. മുകളിൽ ക്ഷേത്രം. കുളത്തിൻ്റെ ഇവിടെ കുറച്ച് പാർക്കിംഗ് ആണ് എപ്പോഴും. ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് കുളം. നേരെ കാണുന്ന ശാസ്താ ക്ഷേത്രം, മറ്റേ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഇതാണ് കുളം.
ശാസ്താക്ഷേത്രമാണ്. റൈറ്റ് സൈഡ് കാണും. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഹനുമാൻ സ്വാമി, ശ്രീരാമസ്വാമി, സീതാദേവി അവരെല്ലാവരും കൂടി ഇരിക്കുന്ന കുഞ്ഞു ക്ഷേത്രമാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ്സിൽ വന്നിറങ്ങിയിട്ട് ആൾക്കാർ ഇവിടെയാണ് ഇറങ്ങുന്നത്. ബസ്സിലാണ്. ഇവിടെ കുറച്ച് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഒരു ഉടുപ്പി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോലെ തുടങ്ങി. പിന്നെ ഈ ശ്രീപാദം പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇനി നമ്മൾ പോകണമെന്ന് വെച്ചാൽ റിയൽ വർക്കല ഫേമസ് ആയ ഒരു സ്ഥലമാണ് ക്ലിഫ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ മുണ്ടയിലോട്ട് പോണ വഴിയാണ്. അവിടെയും ഹോം സ്റ്റേസും അതും പിന്നെ ഈ റിസോർട്ടും ഒക്കെ ഒരുപാടങ്ങായി ഹോട്ടലൊക്കെ. ഇതിപ്പോൾ ക്ലിഫിലോട്ട് പോണ വഴിയാണ്. ഇതിൽ നേരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങോട്ടാണ് ഈ വർക്കല ഗസ്റ്റ് ഹൗസും. പിന്നെ പണ്ട് താജ് ഹോട്ടൽ അവിടെ അവർ നടത്തിയിരുന്ന അവിടെയാണ്. അതിപ്പോൾ താജിൻ്റെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഗേറ്റ് വേ എന്നും പറഞ്ഞ് ഒരു ഹോട്ടലാണ്. ഗേറ്റ് വേ ഹോട്ടൽ കണ്ടു. പക്ഷെ എന്നാലും അവിടെ അവർ ആ നെറ്റ്വർക്കിലുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ട്. കാര്യം അവർക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മളെ ക്ലിഫിലോട്ട് പോണ വഴി. ഇവിടെ എല്ലാം ഹോം സ്റ്റേ ആയിപ്പോയി. ഈ വേറെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ലീസിനൊക്കെ നല്ല എമൗണ്ട് ആണ്. ലീസിന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കായിരിക്കും ഓണർമാർ ലീസിന് തരുന്നത്. 1 ഇയർ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 11 months ആണ്. ഈ 11 months ലീസാണ് നമ്മൾ എടുക്കുന്നത്. അതിന് നമ്മൾ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ടാക്സ്, പിന്നെ എത്ര റൂമുണ്ടോ അതിനുള്ള പൈസ നമ്മൾ മുനിസിപ്പാലിറ്റി മുൻകൂട്ടി എടുക്കണം. പിന്നെ അതിനുശേഷം ലൈസൻസ് എടുക്കണം മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇത് ആർട്ട് ഗാലറിയാണ് ഗവൺമെൻറ്. അവിടെ ഈ ചെറിയ ചെറിയ ഫെസ്റ്റിവൽ കണക്കത്തെ ഡാൻസ് പ്രോഗ്രാംസ് അല്ലാത്ത ഇതൊക്കെ നടത്താറുണ്ട്, ആർട്സ് സംബന്ധമായിട്ടുള്ള. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ EV സ്റ്റേഷൻ വന്നു കേട്ടോ. അപ്പോൾ കാറിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ EVയിൽ വരുന്നെങ്കിൽ അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ്, അവന്തിക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ. ഊണ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ആ എക്സ്പെൻസിന് ഒത്ത് നല്ല ഫുഡാണ് തരുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ ആക്ച്വലി ഹെലിപാഡിലോട്ട് പോണ വഴി. ഹെലിപാഡ് പണ്ട് വന്നവർക്കൊക്കെ ഒരുപാട് മാറ്റം തോന്നും. ഇപ്പം ഒരു കാര്യം, വർക്കലയിൽ ഇപ്പോൾ ആരും വരാത്തതായിട്ട് ആരും ഇല്ല. എല്ലാവർക്കും എല്ലാം അറിയാം. ഒരുപാട് ഹോം സ്റ്റേ ആയി. ഇവിടെ ഒരു വീട് പോലും വെറുതെ ഇട്ടേക്കത്തില്ല. എല്ലാം ഹോം സ്റ്റേക്ക് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ഈ പറഞ്ഞ കണക്ക് നല്ലൊരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഈ 11 months നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയെ ഇതെല്ലാം അടച്ചിട്ട് ചിലപ്പോൾ ഒരു റൂം അല്ലെങ്കിൽ ഇപ്പം തന്നെ 4 റൂമൊക്കെ ഉള്ളതിന് ഒരു വർഷത്തേക്കൊക്കെ നല്ല റേറ്റ് ഓണർമാർ മേടിക്കുന്നത്. ഇവിടെ മാസം തോറുമുള്ള റെൻ്റ് അല്ല, ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് നമ്മൾ നേരത്തെ ഓണേഴ്സിന് കൊടുക്കണം. ഇപ്പോൾ 11 മാസം ആകുമ്പോഴത്തേ എഗ്രിമെൻറ്റ് കഴിയുക. അപ്പോഴേ അടുത്ത എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ ആ പൈസ ചിലപ്പോൾ അവർ കൂട്ടാതിരിക്കാം. അതൊക്കെ ഓണേഴ്സിൻ്റെ ഇഷ്ടമാണ്. ഇവിടെ ആ ഒരു സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്ലിഫ് ഹെലിപാഡ് ഏരിയ എന്ന് പറയുന്നത്. നമ്മളെ ഇവിടുത്തെ വർക്കലയിലെ പ്രൈം സ്പോട്ട്. ഇവിടെയാണ് ആൾക്കാരെല്ലാം പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റുന്നത്. കൊറോണ സമയത്ത് ആക്ച്വലി ഈ സ്ഥലം ഭയങ്കര നല്ലതായിരുന്നു. കാര്യം രാത്രിയൊക്കെ നമ്മൾ വന്നിരുന്നിട്ട് കൊറോണയൊക്കെ കഴിഞ്ഞ് കുറച്ച് നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയത്ത് ഇവിടെ വന്നൊരു രാത്രി 12 മണിയൊക്കെ വരെ ഇരിക്കായിരുന്നു. 11:45 ആകുമ്പോഴത്തേക്ക് പോലീസ് ഇങ്ങനെ വരും. എന്നുവെച്ചാൽ വേറെ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. 12 മണി വരെ നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നിട്ടൊക്കെ പോകുമായിരുന്നു. നല്ല ഇതായിരുന്നു. എന്നുവെച്ചാൽ കൊറോണയിൽ കുറേ നാൾ നമ്മൾ
വീട്ടിനകത്ത് അടച്ച് പൂട്ടി കണക്കല്ലേ ഇരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ബെറ്റർ ആയിരുന്നു. പിന്നെ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ രാവിലെ ഒരു 9 മണിയുണ്ടല്ലോ, 9-9:30 കഴിയുമ്പോഴത്തേക്ക് ഈ കടലങ്ങ് ശാന്തമാവും. പിന്നെ ഈ 9:30 തൊട്ട് 10 മണി വരെ ഭയങ്കര ക്ലിയർ വിഷനാണ്. ഇപ്പം അങ്ങോട്ട് ഈ ഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കൂടെ വലിയ ബോട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ ഈ കടൽ തന്നെ കാണാൻ ഒരു അനക്കം, ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിടക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഇതാണ്, ഈ 9:45-നും അതായത് 9:45 10 o'clock ഇടയിൽ നല്ല ടൈമാണ് കടൽ. നമുക്ക് ബീച്ച് വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, കാറ് പാർക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം കടലൊക്കെ കണ്ടിരിക്കുക. ഈവൻ നൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ടൂറിസ്റ്റ് ഒരുപാട് ഉള്ളത് കൊണ്ടും കുറച്ച് തിരക്ക് കൂടല. പണ്ട് ഞാൻ ഒരു 2000-ലൊക്കെ എന്ന് വെച്ചാൽ ഇവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. അവിടെ ബൈക്ക് സ്റ്റണ്ടേഴ്സൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ ഫുള്ള് വണ്ടി പോലും ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരായി. ഫുൾ ഹോം സ്റ്റേസ്, റിസോർട്ട്സും എല്ലാം ആയി. ഒരുപാട് റിസോർട്ട്സായി. പിന്നെ ഇപ്പോൾ ഇവിടെ പാരാസെയിലിംഗ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, പാരാമോട്ടറിംഗ് ഉണ്ട്. പിന്നെ പിന്നെ ഈ ഫ്രണ്ടിലൊരു ബോർഡ് കാണുന്നുണ്ട്, അത് മാംഗ്രോവ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ്. അത് ഈ പരവൂരാണ്. ഇവിടെ നിന്നൊരു 10-16 കിലോമീറ്റർ. അവിടെ പോയി കഴിഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സാണ്. ബാക്ക് വാട്ടേഴ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കയാക്കിംഗ് ഉണ്ട്, കനോ റൈഡ് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് ഈ മാംഗ്രോവ്സ് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വള്ളത്തിൽ പോകണം. അതൊരു വ്യൂ ആണ്. എന്നുവെച്ചാൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയാണ്. അതൊരു മെമ്മറി തന്നെയായിരിക്കും ആ ഫോട്ടോ എടുത്ത് വരുമ്പോഴത്തേക്ക്. ഇതാണ് നമ്മളെ ഹെലിപ്പാഡ്. ഇപ്പോൾ നാഷണൽ പ്രസിഡൻറ്റും അങ്ങനെയുള്ള പ്രൈം മിനിസ്റ്റർ, അങ്ങനെയുള്ള VIPs ഹെലികോപ്റ്ററിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയായിരിക്കും വന്നിറങ്ങുന്നത്. വർക്കലയ്ക്ക് സ്വന്തമായ ഒരു ഹെലിപ്പാഡുണ്ട്. ഈ ഹെലിപ്പാഡിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് എസ്കോർട്ട് ചെയ്തായിരിക്കും പോകണം. കൂടുതലും വരുന്നത് ശിവഗിരിയിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യം. ഇതാണ്, ഇങ്ങനെയാണ് പാർക്കിംഗ്. ഇവിടെ എല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ അടുത്ത റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്ത റിസോർട്ട്സുകാർ ഇവിടെ കൊണ്ട് വണ്ടി ഇടുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ ഇത് കണക്കിരിക്കാം. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്. അവർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്നാലും അവരെ കുറ്റം പറയും ആൾക്കാർ, ഈ പറഞ്ഞ കണക്ക് അവർ വൃത്തിയാക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ കുറച്ച് എൻവയൺമെൻ്റൽ കോൺഷ്യസ് ആയിരിക്കണം. കാര്യം നമ്മളും കൂടെ വിചാരിക്കണം, ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ലിറ്റർ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഇടാൻ ശ്രമിക്കുക, അവിടെ ഇടാതെ വഴിയിൽ വലിച്ചെറിയുക. പിന്നെ ഐസ്ക്രീമിൻ്റെ കവറ്, ഇവിടെ കഴിക്കുന്ന എല്ലാവരും വന്ന് ഐസ്ക്രീം ആയിരിക്കും. ഈ ഐസ്ക്രീമിൻ്റെ കവർ വലിച്ചെറിയുക. ഐസ്ക്രീം എടുത്തിട്ട് ആ കവറങ്ങ് എടുത്ത് അതൊന്ന് ചുരുട്ടി പതുക്കെ ഒന്ന് നടന്ന് ആ ലിറ്റർ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടെ എളുപ്പമാവും, കാണാനും കുറച്ച് വൃത്തിയാവും. നമ്മൾ അവരെയും കൂടെ മാനിക്കണം. അവിടെ ഇവിടെയൊക്കെ ഈ ആൾക്കാർ പോയിരുന്ന് ഈ പ്ലാസ്റ്റിക്കുകൾ ഇടുന്നതുകൊണ്ടാണ് ആ ഹിൽ സൈഡിൽ പോയി ഇവർ ഇത് പറക്കേണ്ടി വരുന്നത്. അങ്ങനെയൊന്നും ഇടാൻ കുറച്ചൊക്കെ നമ്മളും കൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് നമ്മളുടെ സ്ഥലം വൃത്തിയാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ ഉള്ളത്. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കടൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുവിധം മനസ്സിനൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി, എല്ലാം മറന്ന് നമ്മളുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ദൈവം എത്ര നല്ല ലൈഫാണ് തന്നേക്കുന്നത് നമ്മൾ തോന്നിപ്പോകും. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നതിൽ ബ്ലെസ്ഡ് ആയിരിക്കണം. ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ട്. പ്രകൃതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയാണ് കടലിൻ്റെ ആ രീതിയിൽ
മരങ്ങൾ എല്ലാം നോക്കണ്ടേ ദൈവത്തിന്. അപ്പം നല്ല ഒരു ഇതാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ, ഇനി ഇതിൻ്റെ ഇപ്പം ഈ കാണുന്ന സീ വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്നൊരു ഏകദേശം 2.5 കിലോമീറ്റേഴ്സ് വരുമായിരിക്കും. 2.5 കിലോമീറ്റേഴ്സ് വരെ ക്ലിഫിൽ നിന്ന് ഇങ്ങനെ വാക്ക് ചെയ്യാൻ പറ്റും. അതങ്ങ് നടന്ന് ഈ ക്ലിഫ് അങ്ങ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബ്ലാക്ക് ബീച്ചാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ്. ഈ വാക്ക് വേയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഈ റെസ്റ്റോറൻറ്റ്സ് വഴി അത് നമുക്ക് വേറൊരു ടൂറായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. ഇപ്പം നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ രാവിലെയൊക്കെ ട്രെയിനിൽ പോകണമെങ്കിൽ ഇവിടെ വന്ന് ട്രെയിനിൽ പോവാം. ബ്യൂട്ടിഫുൾ പ്ലേസ്, നല്ല പീസാണ്. സാറ്റർഡേ ഒക്കെ ഇപ്പോൾ മാറി കേട്ടോ. സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തിരക്കിൻ്റെ ഇതായിപ്പോയി. ബസ്സിലാ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഗസ്റ്റുകൾ. പിന്നെ ഒരു ബസ് വരുമ്പോൾ തന്നെ എത്ര പേരായി, ഒരു 45 വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര ബസ്സാണ് വരുന്നത്. ടെമ്പോ ട്രാവലറും ബസ്സുകളും ഭയങ്കര ആളായിപ്പോയി ഇപ്പോൾ സാറ്റർഡേ, പ്രത്യേകിച്ച് എസ്പെഷ്യലി സാറ്റർഡേസ്. അല്ലാത്ത ദിവസം വീക്ക് ഡേയ്സ് ഒക്കെ ഓക്കെ. കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീക്ക് ഡേയ്സ് ഓക്കെയാണ്. നമുക്കവിടെ ഒരു ഹോം സ്റ്റേയും റിസോർട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ബാച്ചിലേഴ്സിനെ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം നമുക്ക് കൂടുതലും ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോറിനേഴ്സ് ഉള്ളപ്പോൾ അവർക്ക് ഈ സൗണ്ട് എല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഒരു ദിവസം ഒരു ഫോറിനർ ഇങ്ങനെ നമ്മളവിടേക്ക് ഈ പല്ലിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പല്ലിയുടെ സൗണ്ട് ഉണ്ട്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമായിരുന്നു. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഫോറിനേഴ്സിന് ഡീൽ ചെയ്യേണ്ടത് അവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് പയ്യന്മാർ നമ്മളെല്ലാം കൂടെ വരുമ്പോൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്യുമല്ലോ. എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും സംസാരിക്കും, കുറച്ച് ലൗഡായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാച്ചിലേഴ്സ് പയ്യന്മാരുടെ ട്രിപ്പും സ്പോയിലാവും. അതേ കണക്ക് ഈ ഫോറിനേഴ്സിന് പീസ് ആഗ്രഹിച്ച് സൗണ്ടൊന്നും വേണ്ടാത്ത ഫോറിനേഴ്സിന് ഈ പറഞ്ഞ കണക്ക് അവർക്ക് ഉറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും, രണ്ടുപേരും സ്പോയിലാവും. അപ്പോൾ എയ്തർ എനിക്ക് രണ്ടിനെയും കൂടെ ഇട്ട് എനിക്ക് ഡോൺ കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ഹോം സ്റ്റേയും റിസോർട്ടും നടത്താം. അതല്ല ഏതെങ്കിലും ഒന്ന് പ്രിഫർ ചെയ്യാം. കാര്യം ഫോറിനേഴ്സ് ആകുമ്പോൾ ലോങ് സ്റ്റേ ആയിരിക്കും, റേറ്റ് കുറവായിരിക്കും. അതേസമയം ഇവരാകുമ്പോൾ നമ്മൾ ഒരാളിന് ഇത്ര രൂപയെന്ന് വെച്ചായിരിക്കും ഇവിടെ ഉള്ളവർ മേടിക്കുന്നത്. അപ്പോൾ ഏത് വേണമെന്ന് നമ്മൾ പ്രിഫർ ചെയ്യണം. നമ്മളുടെ കമ്പനി പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഫോറിനേഴ്സാണ്. എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നില്ല, ബാച്ചിലേഴ്സിന് കൊടുക്കുന്നില്ല എന്നല്ല, കൊടുക്കും. പക്ഷേ നമ്മൾ പറയും, നിങ്ങളിങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇഫ് ദേ ആർ ഓക്കെ ആൻഡ് അവർ അതേ കണക്ക് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്കത് കൊടുക്കും. അപ്പോൾ അവർക്ക് ഫോറിനേഴ്സിനിടയിൽ സ്റ്റേ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ അടുത്ത് നമ്മൾ ആ ഹെലിപ്പാഡിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെഫ്റ്റ് എടുത്താണ് വന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവഴിയാണ് നമ്മൾ ബ്ലാക്ക് ബീച്ചിലോട്ട് പോകുന്നത്. ബ്ലാക്ക് ബീച്ചിലോട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓട്ടോസ് ഉണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, നേരത്തെ ഹെലിപ്പാഡിലൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ള റിസോർട്ടുകൾ ഹോം സ്റ്റേസിൽ നിന്നൊക്കെ ആൾ വരുന്നതെല്ലാം അവർക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഇവിടെ നിന്ന് ഓട്ടോ സൗകര്യമാണ് കൂടുതൽ. കാര്യം ഇവിടെ ബസ് ഉണ്ട്, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ടില്ല, എപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ സ്കൈ ഡൈനിങ് ഇവിടെ ലെഫ്റ്റ് ആയിരുന്നു, സ്കൈ ഡൈനിങ്ങിൻ്റെ സ്ഥലമായി. അതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. കാര്യം സീസൺ ഇപ്പോൾ ഓഫ് സീസണായി.
കാര്യം സീസൺ ടൈം വർക്കലയിലെ സീസൺ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി നവംബർ തൊട്ട് ഒരു മാർച്ച് അവസാനം വരെ, ചിലപ്പോൾ ഏപ്രിലും ഒക്കെ പോകും. എന്നുവെച്ചാൽ സീ നല്ല സ്മൂത്തായിട്ട് ഉള്ള സമയം. അല്ല, അത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മഴ വരും. മഴ വരുമ്പോഴത്തേക്ക് കടൽ ഇഞ്ഞ് കയറും. അപ്പോൾ ഈ ആളുകൾക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ, കടൽ കുറച്ച് ഡേഞ്ചറസ് ആയി. അപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ എപ്പോഴും മഴയായിരിക്കും. അതൊക്കെ വെച്ചിട്ട് ഈ സമയം, അതായത് മെയ് തൊട്ട് ഒരു ഒക്ടോബർ വരെ ഏകദേശം ഓഫ് സീസൺ ആയിരിക്കും. എനിക്ക് ഏകദേശം എന്ന് പറയാനേ പറ്റൂ. കാര്യം മെയിൻ ഓഫ് സീസൺ വരുന്ന മെയ് തൊട്ടൊരു ജൂൺ ജൂലൈ വരെയാണ്. ജൂലൈ കഴിയുമ്പോൾ കുറച്ച് ഗസ്റ്റുകൾ ഇറങ്ങി തുടങ്ങും. അത് ഒക്ടോബർ വരെ വരും. എന്നുവെച്ചാൽ ഗസ്റ്റ് വന്നും പോയും നിൽക്കുന്നതാണ്. പക്ഷേ നവംബർ തൊട്ടാണ് റിയൽ സീസൺ സ്റ്റാർട്ട്സ്. ഇതാണ് ബ്ലാക്ക് ബീച്ചിലോട്ടുള്ള വഴി. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഈ കൃഷ്ണതീരമൊക്കെ ഇത്രയെങ്കിലും വർഷം മുമ്പുള്ള റിസോർട്ടുകളാണ് വർക്കല ഇത്രയും ഫേമസ് ആവുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇവിടുത്തെ ബീച്ചിലെ സാൻഡ് ഫുൾ ബ്ലാക്കാണ്. അപ്പം അതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് വിളിക്കാനായിട്ടുള്ള കാര്യം. തിരുവമ്പാടി ബ്ലാക്ക് ബീച്ച്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇത് കണ്ടോ, ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ്. ഇവിടെ ഒരു ചെറിയ അക്വേറിയവും ഇതെല്ലാം ഉണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ആണ്. സ്കൈ ഡൈനിങ്ങിൻ്റെ ഫ്ലെക്സ് ഇത് കാണാം, പോസ്റ്റർ. സ്കൈ ഡൈനിങ് ഇവിടെ ഒരുപാട് പേര് വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അവർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു ഈ ഓഫ് സീസണായ. ഇവിടെയൊന്നും നമുക്ക് റൂം കിട്ടത്തില്ല കേട്ടോ, ഇഷ്ടംപോലെ ആളാണ്. എനിക്കിവിടെ ഒരു റിസോർട്ട് നല്ല ഇഷ്ടമാണ്. അതായത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ സൗത്ത് വ്യൂ, സൺ വ്യൂ എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് കേട്ടോ. അവിടെ പൂളും ഉണ്ട്. ആക്ച്വലി പൂളും ഉണ്ട്. ക്ലിഫിൽ നിന്ന് നല്ല സീ വ്യൂ ആണ്. എല്ലാ ടൈപ്സ് ഓഫ് റൂംസും ഉണ്ട്. 4000 തൊട്ട് ഒരു 10,000 വരെയുള്ള റൂം ഓപ്ഷനുകളുണ്ട്. അത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ പാർട്ടിയൊക്കെ കൂടാറുണ്ട്. നല്ല ഫുഡ്. പക്ഷെ ഫുഡ് നേരത്തെ പറഞ്ഞാൽ നല്ലതായിരിക്കും, പാർട്ടിയൊക്കെ വയ്ക്കുമ്പോഴേ. അപ്പോൾ ഇതാണ് നോർത്ത് ക്ലിഫ്. ഇനി ഒരു സൈഡും കൂടെ ഉണ്ട് ആക്ച്വലി. നമ്മൾ നേരത്തെ കണ്ട ഈ പോണ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് റൈറ്റ് പോകുമ്പോൾ അതൊരു മെയിൻ ഏരിയയാണ് ആക്ച്വലി. കാണിച്ചു തരാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിരുന്നു സ്കൈ ഡൈനിങ്ങിൻ്റെ എൻട്രൻസ്. പക്ഷെ അത് ഇപ്പം അവർ സ്കൈ ഡൈനിങ് തോന്നുന്നു ഓഫ് സീസണായിട്ട് സ്റ്റോപ്പ് ചെയ്തു. സർഫിംഗ് കോഴ്സൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് ഫോറിനേഴ്സ് വരാറുണ്ട്. അതിൻ്റെ
ഷോപ്പാണ്. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഇവർ രാവിലെ ഉണ്ട്. രാവിലെ വണ്ടിയിൽ സർഫിങ്ങിൻ്റെ ഒക്കെ ഗിയറുമായിട്ട് എല്ലാവരും കൂടെ പോവും. കടൽ എവിടെയാണ് സ്മൂത്തായിട്ടുള്ള അവിടെ എനിക്ക് ഇവർ കൊണ്ടുപോകണം. ഇത് വേറൊരു സൈഡാണ്. അതായത് ബ്ലാക്ക് ബീച്ചും കണ്ട് ഫസ്റ്റ് നമ്മളെ ഹെലിപ്പാഡും കണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു സ്ഥലങ്ങളാണ്. ഇതാണ് പ്രൈം ഏരിയ. ഫുള്ള് ഹോം സ്റ്റേസും റിസോർട്ടും. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇവിടെ ട്രാഫിക് വരും സാറ്റർഡേ ഒക്കെ. അപ്പം നേരത്തെ തുടങ്ങുന്ന സ്പോട്ടിൽ വണ്ടി വന്നാൽ അവിടെ നിർത്തണം, ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ നിർത്തണം, അവിടെ നിന്ന് വണ്ടി വരണം. ഇത് രണ്ട് സ്ഥലവും നിർത്തിയില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ വരികയാണെങ്കിൽ അവിടെ ട്രാഫിക് ജാമാവും. ഇവിടെ സ്ഥിരം പോണവർക്ക് അറിയാം എവിടെയെല്ലാം എങ്ങനെ നിർത്തണമെന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വളച്ചത്. ഓക്കെ, അവ അവിടെ നിർത്തി. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൊണ്ട് ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവന് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം വണ്ടി ഓടിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഈഗോ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കും. വേറെ സ്പേസ് ഇല്ല, ഒരഞ്ഞ് അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിൽ പിന്നെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ട്രാഫിക് ആയിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. ഇവിടെ നിന്നാണ് എല്ലാവരും ബിയറൊക്കെ വന്ന് കഴിക്കുന്നത് കേട്ടോ. അഖിൽ ബീച്ച് റിസോർട്ടിൽ ഗസ്റ്റുകളൊക്കെ. ഇതൊരു ഭയങ്കര പ്രൈം ഏരിയ ആണ്. ട്രാഫിക് ഞാൻ കണ്ടല്ലേ, ഞാൻ റിവേഴ്സ് എടുത്ത് കൊടുത്തത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം അവിടെ സ്പേസ് ഇല്ല. നമ്മൾ എത്രത്തോളം താരുന്നു അത്രത്തോളം നമുക്ക് ടൈം ലാഭിക്കാം. ഇനി നമുക്ക് പോകുമ്പോൾ ഇനിയും ചിലപ്പോൾ അവിടെ ആ വണ്ടി വന്നതാണ്. ഇവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കണം, ഹോണൊക്കെ അടിക്കണം. ചിലർ ഹോൺ അടിച്ചാലേ ശ്രദ്ധിക്കും. ഇവിടെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം പോകാനായിട്ടുള്ള സൗകര്യത്തിന് ഇവിടെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട്. നിഖിൽ, ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നിഖിലിന് സ്വിമ്മിംഗ് പൂളുണ്ട്. വലിയ റിസോർട്ടാണ്, പക്ഷെ നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ് പ്രൈസിന്. ഇവിടെയാണ് ഒരു കുഞ്ഞ് തട്ടുകട പോലത്തെ. എല്ലാവർക്കും അതൊരു വലിയ സഹായമാണ്. കാര്യം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ പാടാണ്. ഇന്ത്യ കഫേ ലെഫ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ പാടായതുകൊണ്ട് ആക്ച്വലി അതൊരു വലിയ വിഷയമാണ്. ഇവിടെ 10-50 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉച്ച പിന്നെ നൈറ്റാണ് ഓണാവുന്നത്. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിഷയമാണ്. ഇത്തിരി ദോശയോ ഇഡ്ഡലിയോ ചെറിയ എമൗണ്ടിൽ നമുക്ക് അത്യാവശ്യം നൈറ്റായിട്ട് കഴിക്കണമെന്ന് ചോദിച്ചാൽ അതൊരു വലിയ ഞാൻ പിന്നെ പറയാൻ വന്നത് ഒരു റിയൽ ഹോം സ്റ്റേയുടെ സർവീസുള്ള സ്ഥലം. ഇത് മൊത്തം ഹോം സ്റ്റേസ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്ന് ഇറങ്ങിയാൽ നമുക്ക് ഫുള്ള് ഹോം സ്റ്റേ മാത്രമേ കണ്ട. ഇതിൻ്റെ അകത്തൊരു സെക്യൂർ പ്ലേസാണ്. നമ്മളിവിടെ വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ യോഗാശാല ഉണ്ട് മുകളിലൊക്കെ. ഈ കാണുന്നതെല്ലാം യോഗാശാലയാണ് മുകളിൽ ടെറസ്. അപ്പോൾ ഇവിടെ യോഗ TTCക്കായിട്ട് ഫോറിനേഴ്സ് വരാറുണ്ട്. അപ്പം അവർ വന്നിട്ട് മിക്ക ആൾക്കാരും ഒരു 1 month സ്റ്റേ ചെയ്യും. ഒരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്ന ഒരു 26 days ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും. അപ്പോൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നതുകൊണ്ട് ഇവർ കൂടുതലും ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് ഇവിടെ ഉള്ള പ്രോപ്പർട്ടീസ് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യും. അപ്പോൾ ഇവർക്കൊരു സെക്യൂർഡ് പ്ലേസ് ആണ്, ഒരു ആശ്രമം പോലെ. ഇത്രയും ക്രൗഡ് വർക്കലിലുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ ആളും ബഹളവും ഒന്നും കാണത്തില്ല. ഇവിടെ രാത്രി സെക്യൂരിറ്റി ഉണ്ട്. ഇതൊരു നല്ല പ്ലേസ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്.
നമ്മുടെ കമ്പനിക്ക് ഒരു കോൺട്രാക്ടർ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഒരു ബിൽഡിങ്ങിൽ. എന്നാലും നമുക്കിവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും. മിക്ക ബിൽഡിങ്ങിലും ഫോറിനേഴ്സ് ഫുള്ളായിരിക്കും സീസൺ ടൈമിൽ. അപ്പോൾ അവർക്കും ഒരിതാണ് കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിയിറങ്ങുമ്പോൾ അവിടെ മൊത്തം ക്രൗഡായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു സൈലൻറ്റ് പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യും. നൈറ്റൊക്കെ പിന്നെ സെക്യൂരിറ്റി ഉള്ളവരുടെ ലോക്ക് ചെയ്തേക്ക് അവർക്ക് പോയിട്ട് വന്നാലും തുറക്കാം. അങ്ങനെ അൺവാണ്ടഡ് ഗസ്റ്റ് തന്നെ രാത്രി ഇവിടെ കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു പ്രൈവസിയും എല്ലാ രീതിയിലും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫാമിലീസ്, ഇന്ത്യൻ ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും നല്ല രീതിയിൽ. പിന്നെ ഇത് ഹോം സ്റ്റേ ആണ്, ലക്ഷറി പ്ലേസ് അല്ല, ബഡ്ജറ്റ് ഹോം സ്റ്റേസ് ആണ്. നീറ്റായിട്ടുള്ള ഒരുവിധം നല്ല റേറ്റിനുള്ള റൂംസ് ആണ്. കാര്യം ഈ ഹോം സ്റ്റേയുടെ ഈ പ്രോപ്പർട്ടിയുടെ വെളിയിൽ ഇറങ്ങിയാൽ നമുക്ക് കടൽ കാണാം. ക്ലിഫാണ്, എന്നുവെച്ചാൽ ബീച്ചിലോട്ട് ഇറങ്ങുന്നതല്ല, ക്ലിഫാണ്. അവിടെ നിന്ന് സ്റ്റെപ്പുണ്ട് ബീച്ചിലോട്ട് പോകാൻ. ബീച്ചിനടുത്ത്, അതായത് ബീച്ചിനടുത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലിഫാണ് ആ വാക്ക് വേ. അതിൻ്റെ താഴോട്ട് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചായി. അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ബഡ്ജറ്റ് ഹോംസ് ആണ്. ഭയങ്കര റേറ്റൊന്നുമില്ല, എന്നാൽ പ്രൈം ലൊക്കേഷനിലാണ്. കണ്ടോ, ഇവിടെയാണ്, ഇവിടെ മുകളിൽ ആ കാണുന്ന ടെറസിലൊക്കെയാണ് യോഗശാലകളുണ്ട്. ഏറ്റവും നല്ല ലൊക്കേഷൻ. അതായത് ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ക്ലിഫായി. അപ്പോൾ യോഗ TTC പഠിച്ചിട്ട് ഈ ഫോറിനേഴ്സ് വെളിയിൽ യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പം പിന്നെ ഷെഡുണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട് വരുന്ന ഗസ്റ്റുകൾക്ക്. ഇവിടെ ഇതൊരു പ്രൈം ലൊക്കേഷനുമാണ്, ബഡ്ജറ്റ് ഹോം സ്റ്റേസുമാണ്. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ഇപ്പം ഈ കാണിച്ച ഹോം സ്റ്റേസ് ഇതാണ് ഒരു മൂന്നാമത്തെ. ഇതൊരു പ്രൈം സ്ഥലമാണ് ഈ വർക്കലയിലെ. ഫുള്ള് റിസോർട്ടുകൾ മാത്രമുള്ളൊരു ഏരിയ. കാര്യം ഇവിടെ നിന്നുള്ള ആ വ്യൂ നമുക്കൊരു ദിവസം വാക്ക് വേ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം.